അപ്പം നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്യാണ്. ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മോട്ടോറിൻ്റെ പ്രശ്നമില്ല, അത് മനസ്സിലായി. കപ്പാസിറ്ററിൻ്റെ പ്രശ്നമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നോക്കുകയാണ്. അപ്പോൾ ഒന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കാം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല സ്പീഡുണ്ട്, അത്യാവശ്യം സ്പീഡുണ്ട്. അപ്പം മോട്ടോറിൻ്റെ പ്രശ്നമല്ല, ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ പ്രശ്നമായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് ഫിറ്റ് ചെയ്ത് നോക്കാം. ഒന്നുകൂടി സ്പീഡ് കിട്ടുമെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നുകൂടി സ്പീഡ് കിട്ടണമെങ്കിൽ 1.85 ഉള്ളത് 2ൻ്റെ വെച്ച് നോക്കുക. 2ൻ്റെ വെച്ച് നോക്കിയിട്ട് സ്പീഡ് ഉണ്ടെങ്കിൽ, മോട്ടോർ ചൂടാവുന്നില്ലെങ്കിൽ ഓക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം മോട്ടോർ ചൂടാവും. 2ൻ്റെ വെച്ചാൽ നോക്കിയിട്ട് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം നമ്മളിതൊന്ന് പരിശോധിച്ച് നോക്കുക. 2ൻ്റെ വെച്ചാൽ എന്താ സ്ഥിതി എന്നറിയണമല്ലോ. അപ്പോൾ അതൊന്ന് വർക്ക് ചെയ്യേണ്ടതെന്ന് ആദ്യം പരിശോധിച്ചാൽ. അപ്പം 2ൻ്റെതാണ്. 2ൻ്റെ ഒന്നുകൂടെ സ്പീഡുണ്ട് തോന്നുന്നു. ഇനി മോട്ടോർ ചൂടാകുന്നുണ്ടോ ഇല്ലേ നമുക്ക് പരിശോധിക്കണം. അതിന് ശേഷമേ ഇത് പറയാൻ പറ്റുള്ളൂ. മോട്ടോർ ചൂടാകുന്നുണ്ടെങ്കിൽ 2 ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്ത് നോക്കണം. എന്നാലേ ഇതിൻ്റെ മോട്ടോർ ചൂടാവുന്നില്ലെങ്കിൽ ഓക്കെ ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് പരിശോധിച്ച് നോക്കാം. 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റ് എങ്കിലും വർക്ക് ചെയ്യണം. എന്നാലേ മോട്ടോറിൻ്റെ സ്ഥിതി അറിയുള്ളൂ. ചെറിയ നിലയ്ക്ക് ചൂടാവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം ഇട്ടാൽ ചൂടാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 1.85 തന്നെ ഇടാൻ പോവുകയാണ്. 1.85 തന്നെ ഇട്ടാൽ മതി, 2 ഇടണ്ട. അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും 1.85 തന്നെ ഇട്ടാൽ. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് 1.85 ഇട്ട് പരിശോധിച്ച് നോക്കാം. 2 തൽക്കാലം ഒഴിവാക്കാം. ഇതിന് 2 പല കണക്കുണ്ട്. 1.50ൻ്റേതുണ്ട്. മോട്ടോറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് കപ്പാസിറ്ററിൻ്റെ പവർ കൂടൽ. അപ്പം പവർ കൂടിയ കപ്പാസിറ്റർ വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മോട്ടോറായിരിക്കണം. ഇത് കുഴപ്പമില്ല, 1.85 നല്ല സ്പീഡുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിത് ഫിറ്റ് ചെയ്യാം. പരിശോധിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് ഓക്കെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത സാധനം ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും എങ്ങനെ നോക്കേണ്ടത്, ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതാ ഒരു പ്ലെയർ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുക. അത്ര മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ ആയി, അവിടെ നിന്ന് ഇനി ഇത് പോരില്ല. അപ്പം ഇവിടെയും നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയും നേരെ നമ്മളിത് ഉള്ളിൽ ചെയ്തതിന് ശേഷം ഇത് പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് പ്രസ് ചെയ്താൽ അവിടെ നിൽക്കും ഓക്കെ ആയിട്ട്. പിന്നെ അത് അനങ്ങൂല, ഒന്നും ആവില്ല. ഓക്കെ, ഇനി വേണമെങ്കിൽ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ചെറിയ ടാപ്പ് കൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. ചെറിയ ടാപ്പ് കൊണ്ട് ചുറ്റി കൊടുത്താൽ ഒന്നുകൂടി ഉഷാറായിട്ട് അവിടെ സെറ്റപ്പായി. പിന്നെ നമ്മൾ ഇത് നേരത്തെ ഉള്ളതുപോലെ ഫിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ വർക്ക് ചെയ്യാം. ടാപ്പ് ചുറ്റുക, ഇതുപോലെ ടാപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇവിടെ നിന്ന് ഒരു സ്ക്രൂ കഴിച്ചിട്ടുണ്ട്.
ഇവിടെ ഒരു സ്ക്രൂമലാണിത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ അതേ രൂപത്തിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ 2 രൂപത്തിൽ ചെയ്യാം. ഇതുപോലെയും ചെയ്യാം, അതുപോലെ തന്നെ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. താഴോട്ടും മേലോട്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ സൈഡിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ സ്ക്രൂ ഇടുകയാണ്. സ്ക്രൂന്ന് ഇങ്ങനെ ഇതിൻ്റെ സ്ക്രൂ ചെറിയ നിലക്കൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി, ഒന്നും ചെയ്യാനില്ല. ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ വയറ് തൽക്കാലം ഇവിടെ ഇങ്ങനെ അമർത്തി വയ്ക്കുക, കാരണം അങ്ങോട്ടും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ ഉള്ളതുപോലെ അതിൻ്റെ ടോപ്പ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ആ ടോപ്പ് ഫിറ്റ് ചെയ്താൽ പിന്നെ ഓക്കെ ആയി. നമ്മൾ ഫാന് ഓക്കെ ആയി. ഇനി ഇതിനൊരു സ്ക്രൂ നേരത്തെ നമ്മൾ ഉരിയെടുത്ത സ്ക്രൂണ്ട്, അത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ടൈറ്റാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഇത് സ്ക്രൂ ഇതിൻ്റെതല്ല, ഒറിജിനൽ അല്ല തോന്നുന്നു. ഇത് സാധാരണ തൽക്കാലം ഇട്ട് കൊടുത്തൊരു സ്ക്രൂവാണ് തോന്നുന്നുണ്ട്. ഏതായാലും ഒന്ന് പ്രസ് ചെയ്ത സംഭവം ഓക്കെയാണ്. സാധനം ഓക്കെ ആയി. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്തിച്ച് നോക്കാം. ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഇതിൻ്റെ ലീഫ് വെച്ച് നോക്കണം ഇത്രത്തോളം സ്പീഡ് ഉണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഞാനൊരു പഴയ ലീഫ് വെച്ചിട്ട് പരിശോധിക്കുകയാണ്. അപ്പം ആ വേറെ ഫാനിൻ്റെ ലീഫ് എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത്. ഒരു പഴയ വേറെ ഫാനിൻ്റെ ലീഫ് എടുത്ത് ഇൻഷാ അല്ലാഹ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ഇനി നോക്കാം. ഓക്കെ ആണ്, നല്ല സ്പീഡുണ്ട്. അത്യാവശ്യത്തിന് സ്പീഡുണ്ട്. പൊതുവെ സാധാരണ ഫാനായതുകൊണ്ടായിരിക്കാം സ്പീഡ്. ഹൈ സ്പീഡ് സാധാരണ കാണിക്കാറില്ല, കാരണം അത്യാവശ്യം ഇപ്പം 3-ലിട്ടാൽ നല്ല സ്പീഡാണ്. അപ്പം ഇത് നമുക്കിങ്ങനെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നല്ല കാറ്റുണ്ട്, അപ്പോൾ അത്യാവശ്യം കാറ്റുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫാന് കുഴപ്പമില്ല. 2-ലിട്ടാലും അത്യാവശ്യം കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെഡിയായി. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, മോട്ടറിനും പ്രശ്നമില്ല, ഫാന് തന്നെയാണ്. കപ്പാസിറ്ററിൻ്റെ പ്രശ്നമായിരുന്നു. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.